ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ക്രിസ്തോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ സാമർഥ്യമോ പുണ്യപ്രവൃത്തികളൊന്നുമല്ല, തമ്പുരാന്റെ കൃപയൊന്നും മാത്രമാണ്. ക്രിസ്തോ ഓരോ നിമിഷവും ഹല്ലേലൂയ ആ കൃപയെ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കർത്താവ് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്, എങ്കിലും കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഈ രാത്രികാലം സന്തോഷത്തോടെ കർത്താവിന്റെ പാദത്തിനായിരിക്കാൻ നിൽക്കണം. കർത്താവ് സഹായിച്ചല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രികാലം നാം വായിച്ചു കേൾക്കപ്പെട്ടത് 91-ാം സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവാസനോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഏത് സങ്കീർത്തനം ശുശ്രൂഷിക്കണം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ഒരു സങ്കീർത്തനമാകും ദൈവാത്മാവ് എനിക്ക് തരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു വാക്യം മാത്രമാണ് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത്. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ആ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ ഹല്ലേലൂയ വസിക്കുവാൻ തക്കണം. ഹല്ലേലൂയ. ആ നിഴലിൽ പാർക്കുവാൻ തക്കണം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നാം കടന്നുപോയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ആ സർവശക്തനായ ദൈവത്തിന്റെ ആ മറവിൽ വസിക്കാൻ തക്കണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തല്ലോ. ആ ദൈവത്തിന്റെ വലിയ തിരഞ്ഞെടുപ്പിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്തിനാണ് ഹല്ലേലൂയ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് ഹല്ലേലൂയ സർവശക്തന്റെ മറവിൽ വസിക്കുകയും ഹല്ലേലൂയ ആ നിഴലിൽ പാർക്കുകയും ചെയ്യാൻ വേണ്ടി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 4-ാം അധ്യായം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അപ്പോൾ ഇവിടെ വചനം ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രൈസ് ലോർഡ്. നാം വസിക്കുന്നത് ഹല്ലേലൂയ നാം വസിക്കേണ്ടത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എവിടെയാണ്? കർത്താവിനാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിച്ചാൽ എന്താണ്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളിലും വസിക്കുക. കർത്താവ് നമ്മളോട് പറയാണ് നിങ്ങൾ എന്നിൽ വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിച്ചാൽ എന്താണ്? ഞാൻ നിങ്ങളോട് കൂടി വസിക്കാം. ഹല്ലേലൂയ. ആ വസിക്കുന്നത് മാത്രമല്ല ഹല്ലേലൂയ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. ആ കൊമ്പുകളായ നാം കർത്താവ് പറയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ കൊമ്പുകളുമാണ്. ആ കൊമ്പായ നിങ്ങൾ ഹല്ലേലൂയ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്താണ് സ്വയമായിട്ട് ഫലം കായ്ക്കാൻ കഴിയില്ല. കാരണം കർത്താവിൽ വസിക്കുന്ന ഒരുവന് മാത്രമേ ഫലം കായ്ക്കാനായിട്ട് കഴിയുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് 15-ന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നു നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ വചനത്തിൽ ഹല്ലേലൂയ ആ വചനം നമ്മൾ വസിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഹല്ലേലൂയ. കർത്താവ് അനേക തിരുമൊഴികൾ ഹല്ലേലൂയ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനമാണ് സകല വചനത്തെ ദൈവശാസ്ത്രീയമാകിയ. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ് നമുക്ക് നൽകി തന്നിട്ടുള്ളത്. ആ വചനം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ദിനതോറും വസിക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ ധ്യാനിക്കണം. ഹല്ലേലൂയ. ആ വചനം നമ്മിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന്റെ പ്രകാരം ഹല്ലേലൂയ നാം എന്ത് ഇച്ഛിച്ചാലും ഹല്ലേലൂയ ആ കർത്താവിന്റെ വചനം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്താണ് നമുക്കത് ലഭിക്കാതെ ഇടയായിത്തീരുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം എങ്ങനെ വസിക്കണമെന്നാണ് പറയുന്നത്? നാം സ്നേഹത്തിൽ വസിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. 15-ന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? 15-ന്റെ വാക്യം. കർത്താവ് പറയുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ ദൈവം ഹല്ലേലൂയ പുത്രനെ സ്നേഹിച്ചതുപോലെ ഹല്ലേലൂയ കർത്താവ് നമ്മോട് പറയാണ് നിങ്ങൾ ഹല്ലേലൂയ ഞാൻ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹത്തിൽ നാം വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ വേണ്ടി നമ്മെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ സ്നേഹം പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ പറ്റാതെ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ അകന്നു മാറി പോകുന്നുണ്ട്. എന്നാൽ ആ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാഗ്യകരമായ അവസ്ഥ ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത്ര ഭാഗ്യകരമായ അവസ്ഥയിലാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ 15-ന്റെ 10-ാം ഭാഗം
സ്നേഹത്തിൽ വസിക്കുന്നവൻ എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കണം. ഒന്ന് വായിച്ചോട്ടെ. അപ്പൊ ഇവിടെ വചനം പറയാണ് എന്താണ്? സ്നേഹത്തിൽ വസിക്കുന്നത് എന്താണ്? എന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? ഹല്ലേലൂയ. അതിന്റെ 15ന്റെ 12ാം വാക്യം ഒന്ന് വായിക്കാമോ? കണ്ടോ ഇവിടെ അതിന്റെ 13ന്റെ 34 ഒന്ന് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 13:34 ഒന്ന് വായിക്കാമോ? കർത്താവ് തന്ന വലിയൊരു കൽപ്പനയാണ്. എന്താണ്? നമ്മളെന്ത് ചെയ്യണം? തമ്മിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ. അത് വലിയൊരു കൽപ്പനയാണ്, തമ്മിൽ സ്നേഹിക്കും. ഇന്ന് മനുഷ്യർക്ക് പലപ്പോഴും ഇല്ലാതെയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്നേഹമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളോട് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കൽപ്പനയാണ്. ഹല്ലേലൂയ. ഈ കൽപ്പന നമ്മൾക്ക് കർത്താവ് തന്നിട്ടുള്ളത് നാം തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവരെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ നമ്മൾ തമ്മിൽ ഭാരങ്ങൾ ചുമക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ അവർക്ക് വേണ്ടി കരയുവാനൊക്കെയും ഹല്ലേലൂയ നമുക്ക് സാധിക്കാതെ ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം തമ്മിൽ ആ ഒരു സ്നേഹം നമ്മിൽ വെളിപ്പെടണം. അതാണ് കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനയാണ്. കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രമാണിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഹല്ലേലൂയ ഒരു പ്രമാണമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ നിവർത്തിച്ച് മതിയാവുന്നതാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അപ്പോൾ ഈ കൽപ്പനകൾ നാം ഇതൊക്കെ നമ്മൾ പ്രമാണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹല്ലേലൂയ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അതിന്റെ 91ന്റെ 3ാം വാക്യം ഒന്ന് വായിക്കാമോ? 91 സംഗീതം 3ാം വാക്യം. വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവന്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ അതിന്റെ 3ാം വാക്യത്തിൽ ഇപ്രകാരം കഴിയുന്നു. ഹല്ലേലൂയ. വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നമുക്ക് എന്ത് ചെയ്യും? കാണുവാനായിട്ട് നമുക്ക് കഴിയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം വേട്ടക്കാരനായ ഹല്ലേലൂയ തൻ ഒരു പക്ഷിയെ അവൻ പിടിക്കണമെങ്കിൽ അവൻ വല വിരിച്ച് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒരു പക്ഷിയെ പിടിക്കുകയാണെങ്കിൽ അവൻ വല വിരിച്ച് അതിന് കെണി ഒരുക്കിയിട്ട് പല രീതിയിൽ ഹല്ലേലൂയ ആ പക്ഷിയെ അവനെ എന്ത് ചെയ്യും? പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. എന്ന് പറഞ്ഞ പോലെ ആ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്നതാണ്. നാശകരമായ മഹാമാരി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഒരുപക്ഷെ നാം അറിയാതെ ഹല്ലേലൂയ നമുക്കെതിരായി പിശാച് ഹല്ലേലൂയ കൊണ്ടുവരുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെയും ഹല്ലേലൂയ എന്താണ്? നാം ഈ സ്നേഹത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ മറവിൽ നാം വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ വിടുവിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിശ്വസ്തയുടെ ദൈവിക കരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 4ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തന്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാവുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി വിശ്വസ്തയുടെ കരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിരുന്നു. കർത്താവിന്റെ മറവിൽ വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വിശ്വസ്തയുടെ കരം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ തക്കണം ഇടയായി തീരുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. മൂന്നാമതായി സകല ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 5ഉം 6ഉം വാക്യം ഒന്ന് വായിക്കാമോ? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് ഭയപ്പാനില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയൊക്കെയും ഹല്ലേലൂയ നിനക്ക് പേടിപ്പാനില്ല. കാരണം എന്താണ്? ഹല്ലേലൂയ സകല ഭയങ്ങളിൽ നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നീ കർത്താവിനായി അത്യുന്നതന്റെ മറവിൽ നീ വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ കർത്താവിനോട് ചേർന്ന് നീ വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ തക്ക വഴിയായിട്ട് സകല ഭയങ്ങളിൽ നമ്മെ വിടുവിക്കും. നമുക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം പല വിധത്തിലുള്ള മരണഭീതികളൊക്കെ വന്നുകൊണ്ട് അതിൽ ഭയപ്പെടുന്ന അവസ്ഥകളൊക്കെ പലരും സാക്ഷി പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം അത്യുന്നതന്റെ മറവിൽ നീ വസിക്കുകയാണോ ഹല്ലേലൂയ അവനോട് ചേർന്ന് വസിക്കുകയാണെങ്കിൽ ഒരു മരണഭയവും ഒരു മരണഭീതിയും നിന്നെ അലട്ടത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണ്? നാം അത്യുന്നതന്റെ മറവിലാണ് വസിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നിടത്തോളം കാലം ഒരു ഭയത്തിനോ ഹല്ലേലൂയ ഒരു മഹാമാരിക്കോ ഹല്ലേലൂയ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിഷയങ്ങൾക്കോ നമ്മളെ തകർക്കുവാനോ ഹല്ലേലൂയ നമ്മളെ തളർത്തിക്കളയാനോ സാധിക്കുന്നില്ലെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അതാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
അടുത്തതായിട്ട് ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കാവുന്ന വഴിയായിത്തീരുന്നു. 91 സംഗീതത്തിന്റെ 10-11 വാക്യം വായിക്കാമോ? 10-11 നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അനർത്ഥം വരുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ പിശാച് പലവിധത്തിലുള്ള കണികളും തന്ത്രങ്ങളും നമുക്കെതിരായിട്ട് ഒരുക്കിക്കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയുന്നു ഒരനർത്ഥം എന്താണ് നിനക്ക് ഭവിക്കുകയില്ല. കാരണം എന്താണ്? നീ അത്യുന്നതന്റെ മറവിനാണ് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ നടക്കില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? നീ അത്യുന്നതന്റെ മറവിനാണ് വസിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. കാരണം നീ അത്യുന്നതന്റെ മറവിൽ നീ വസിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. അത്യുന്നതന്റെ മറവിൽ നീ വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടിയുള്ള ദൂതന്മാരെ ഹല്ലേലൂയ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൂതന്മാർ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സേവ ചെയ്യുവാൻ വേണ്ടി ദൂതന്മാരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. കാരണം എന്താണ്? ഹല്ലേലൂയ നിന്റെ ദൂതന്മാരോട് ഓൾറെഡി ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്റെ കുഞ്ഞിന് വേണ്ടി ഹല്ലേലൂയ അവൻ എന്റെ പൈതലാണ്, അവൻ എന്റെ മകളാണ്. ഹല്ലേലൂയ അവനെ തൊടുവാനോ ഹല്ലേലൂയ അവനെ അനർത്ഥം വരുവാനോ ഹല്ലേലൂയ സമ്മതിക്കാതെ വണ്ണം ദൂതന്മാരെ നമുക്ക് വേണ്ടി കാവലാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവം. കാരണം എന്താണ്? നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനാണോ ഹല്ലേലൂയ ആ ദൂതന്മാരുടെ സംരക്ഷണം നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാവുന്ന ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തതായിട്ട് അധികാരം നൽകി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആ വായിക്കാം. അതിന്റെ 13-ാം വാക്യം വായിച്ചേ. 13-ാം വാക്യം. സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഹല്ലേലൂയ. വചനം എന്താണ് പറയുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഹല്ലേലൂയ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ദൈവവേദനയെ നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ എന്താണ്? അധികാരം നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ അധികാരം പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഹല്ലേലൂയ ഈ രാത്രികാലം നാം ഒന്ന് ചിന്തിച്ചു നോക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഹല്ലേലൂയ ഞാൻ നിനക്ക് ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നത്. കാരണം എന്താണ്? നീ അത്യുന്നതന്റെ മറവിലാണ് വസിക്കുന്നത്. നീ എന്റെ മറവിൻ കീഴിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ സകല അധികാരങ്ങളും ഹല്ലേലൂയ ഞാൻ നിനക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിന്റെ ബലത്തെ ഹല്ലേലൂയ ചവിട്ടുവാനുള്ള അധികാരം ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് നൽകി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെതിരായി വരുന്ന ഹല്ലേലൂയ പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് ഭയന്ന് മാറി നിൽക്കുവാനല്ല, ആത്മാവിൽ അതിനെതിരെ പോരാടിക്കൊണ്ട് ഹല്ലേലൂയ അതിനെതിരെ ഹല്ലേലൂയ ഹല്ലേലൂയ പോരാടുവാനുള്ള ആ അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ വചനം വെച്ച് പോരാടുവാൻ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തിയാണോ നീ? ആത്മാവിൽ പോരാടുവാൻ കർത്താവ് നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തായിട്ട് അതിന്റെ നമുക്ക് ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ദീർഘായുസ്സ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ 16-ാം വാക്യത്തിൽ പറയാം ദീർഘായുസ്സ് കൊണ്ട് ഞാൻ എന്നെ തൃപ്തി വരുത്തും. അത്യുന്നതന്റെ മറവിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ദീർഘായുസ്സ് കൊണ്ട് ദൈവം നിനക്ക് ഞാൻ തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 14-ാം വാക്യം വായിക്കണം. എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ ദൈവം പറയുന്നു ഹല്ലേലൂയ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയാണോ? ഹല്ലേലൂയ. തീർച്ചയായിട്ടും നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്യുന്നതൻ നമ്മളെ പലപ്പോഴും നമ്മളെ താഴ്ത്തി കളയുവാൻ ഹല്ലേലൂയ നമ്മളെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി പലപ്പോഴും പലരും ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദീർഘായുസ്സ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവമക്കളെ ഹല്ലേലൂയ ഉയരുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ പലപ്പോഴും നാം ആയി പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു രാത്രിക്കാലം നമുക്കൊന്ന് തിരിച്ചൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ കർത്താവേ ഞാൻ അങ്ങയുടെ മറവിൽ തന്നെയാണോ വസിക്കുന്നത്, അതോ അങ്ങിൽ നിന്ന് അകലം വിട്ട് ഞാൻ പിന്മാറി പോയിട്ടുണ്ടോ എന്ന് ഈ രാത്രിക്കാലം നമ്മെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യാൻ ദൈവമക്കളെ. ഹല്ലേലൂയ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മെ വിളിച്ചതിന് വേണ്ടിയാണ്, ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കൊമ്പിന്റെ മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ ഹല്ലേലൂയ ഫലം കായ്ക്കുവാൻ കഴിയത്തില്ലെന്ന് വചനം പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നമ്മെ ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ നാടുകളിൽ നമുക്ക് ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിൽ ആ ഒരു ഫലം പുറപ്പെടുക
പിടിക്കാൻ തക്കോണം എന്നിൽ നിന്ന് കഴിയുന്നുണ്ടോ എന്ന് ഈ രാത്രിക്കാരൻ നാം സ്വയം ശോധന ചെയ്യണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കുശവൻ ഹല്ലേലൂയ കുശവൻ ഈ പാത്രം ഉണ്ടാക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ഈ മണ്ണ് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ഹല്ലേലൂയ അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പ്രൈസ് ലോർഡ്, ഇവൻ ഈ ആർക്കും വേണ്ടാതെ കിടന്ന ഈ മണ്ണിനെ ഈ കുശവൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മണ്ണിനെ ഹല്ലേലൂയ ഇതിനെ തട്ടി ഉടച്ചിട്ട് ഹല്ലേലൂയ ഇതിനകത്ത് കിടക്കുന്ന പോച്ചയും അതുപോലെ തന്നെ ഹല്ലേലൂയ കുപ്പിച്ചിട്ട് കല്ല് എന്തുകൊണ്ട് ഹല്ലേലൂയ അങ്ങനെയുള്ള ആ വസ്തുക്കളൊക്കെ ഇന്ന് നീക്കം ചെയ്തിട്ട് ഈ കുശവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ മണ്ണിനെ ഹല്ലേലൂയ ചവിട്ടി ഉടയ്ക്കുവാൻ നമ്മൾ മടിയായിത്തീരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ചവിട്ടി ഉടയ്ക്കുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ ഈ ഉടയപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഉടയപ്പെടുവാൻ കഴിയാത്തത് കൊണ്ടാണ് ആ വേണ്ട രീതിയിലുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിയാൻ പറ്റാത്തത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാനൊന്ന് പറയട്ടെ, ഈ ഉടയപ്പെടുന്ന സമയത്ത് ഈ കുശവനെ വെള്ളം തളിച്ചിട്ട് ഈ ഹല്ലേലൂയ ഈ മണ്ണിനെ ചവിട്ടിക്കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ മണ്ണിനൊന്ന് ചോദിക്കാൻ, അല്ലേ കുശവനെ, നീ എന്തിനു വേണ്ടിയാണ് എന്നെ ഇത്രമാത്രം ഇട്ട് ചവിട്ടുന്നത്? എന്നെ ഇപ്പോൾ എടുത്തുമോ? ഹല്ലേലൂയ. ഒരു പാത്രം നിനക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് മണ്ണിന് ഹല്ലേലൂയ മണ്ണ് ഒരു പക്ഷെ ചോദിച്ചേക്കാം. എന്നാൽ കുശവൻ അറിയാം ഹല്ലേലൂയ നീ എത്രത്തോളം ഹല്ലേലൂയ നീ പരുവപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ നീ പരുവമായി കഴിയുമ്പോൾ എനിക്കറിയാം ഹല്ലേലൂയ നീ എപ്പോഴാണ് നീ പരുവപ്പെടുന്നത് ആ സമയത്ത് ഹല്ലേലൂയ ഇവൻ പരുവപ്പെട്ട് കഴിയുമ്പോഴുണ്ടല്ലോ അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കുശവൻ ഇവന് രണ്ട് കൈ കൊണ്ട് ഭാര്യയും എടുക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുവരെ ഹല്ലേലൂയ തറയിൽ കിടന്ന് ചവിട്ടുകൊണ്ട് ഹല്ലേലൂയ ഈ മണ്ണ് ഹല്ലേലൂയ ഇപ്പോൾ കുശവന്റെ അകത്ത് കയ്യിലാണ്. ഹല്ലേലൂയ. കുശവന്റെ കരങ്ങളിനകത്ത് ഹല്ലേലൂയ അവനെ ഒരു ഇണങ്ങിയ ഹല്ലേലൂയ ഒരു പാത്രമായിട്ട് കുശവൻ ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ 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 അവനെ പണിതെടുക്കാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കണമോ, നാം ഏതൊക്കെ മേഖലയിൽ നാം ഉടയപ്പെടണോ, ഹല്ലേലൂയ അത്യുന്നത പദവിയിൽ വസിക്കുന്നവനാണോ, ഹല്ലേലൂയ നാം പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ആ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെയോ മേഖലയിൽ നാം ഉടയപ്പെടുവാനുണ്ടെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മോട് ബുദ്ധി ഉപദേശിക്കാൻ ദൈവമക്കളെ ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഹല്ലേലൂയ ചില ഉടയപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ കുശവന്റെ കയ്യിൽ ഹല്ലേലൂയ കയ്യിലിരുന്ന ഹല്ലേലൂയ ആ പാത്രം ഉടഞ്ഞാലും ആ കുശവൻ എന്ത് ചെയ്യുമെന്നറിയോ? അതിനെ തള്ളിക്കളയത്തില്ല. വീണ്ടും അവൻ അതിനെ എടുത്ത് ഹല്ലേലൂയ പണിത് ഹല്ലേലൂയ വേറൊരു രൂപത്തിൽ ഹല്ലേലൂയ അവനെ അതിനെ പണിയുവാൻ നമ്മൾ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ഹല്ലേലൂയ എന്താണ് ഉടയപ്പെടുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പല രീതിയിലും ഹല്ലേലൂയ പല വിഷയങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഉടയപ്പെടാൻ അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ അത് നമുക്ക് സ്വയം ഹല്ലേലൂയ അതൊരു പ്രവാചകൻ നമ്മളോട് വന്ന് പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ ഒരു മറ്റൊരു വ്യക്തി നമ്മളോട് വന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ എന്താണെന്നുള്ളത് ഹല്ലേലൂയ ഒരു പ്രവാചകനെക്കാളും ഹല്ലേലൂയ കറക്റ്റായിട്ട് നമുക്ക് തന്നെ അറിയാം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവാണ്, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഫലം കായ്ക്കുന്നതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കുറവാണെന്നുള്ളത് നമുക്ക് തന്നെ സ്വയമായിട്ട് അറിയാം. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും ഹല്ലേലൂയ ഈ കുഷ്ഠരോഗിയായ ബദാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ യേശു ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സ്ത്രീ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് ഹല്ലേലൂയ അവളുടെ കയ്യിലുള്ള പാത്രം ഉണ്ടെങ്കിൽ ഒരു വെങ്കൽ ഭരണി പാത്രം, അതിനകത്ത് എന്താണ് സ്വച്ഛ ജഡമാംസി തൈലമാണ് അതിനകത്ത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ പരിമള തൈലമാണ് ഇരിക്കുന്നത്. ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവരുടെ കയ്യിലുള്ള ആ കുടം അവൾ ഉടയ്ക്കുവാൻ നമ്മൾ ഉടയച്ചത് ആ വെങ്കൽ ഭരണി പാത്രം ഉടച്ചിട്ട് ഹല്ലേലൂയ അതിൽ നിന്ന് തൈലം യേശുവിന്റെ തലയിലേക്ക് ഒഴിക്കുവാൻ നമ്മൾ ഇടയായിട്ടത്. ആ യേശുവിന്റെ തലയിൽ കൂടി ആ തൈലം ധാരധാരയെ ഒഴിവാൻ നമ്മൾ ഇടയായിട്ടത്. അവിടെ തലമുടി കൊണ്ട് ആ തൈലം ഹല്ലേലൂയ അത് തുടയ്ക്കുവാൻ നമ്മൾ ഇടയായിട്ടത്. ഇത് കണ്ടുകൊണ്ട് യൂദായും മറ്റുള്ളവരും പറഞ്ഞു, അല്ലയോ സഹോദരി ഹല്ലേലൂയ നീ എന്താണ് ഈ കാണിക്കുന്നത്? ഹല്ലേലൂയ നീ ഇത്ര ബുദ്ധിയില്ലാത്തവളാണോ? കാരണം എന്താണ് എന്നറിയാമോ? അവർ അങ്ങനെ ചോദിക്കുന്ന ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അത് വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർക്കറിയാം ഹല്ലേലൂയ. യൂദാ പറഞ്ഞു, ഇത് 300 വെള്ളിക്കാശിന് വിറ്റിട്ട് ഹല്ലേലൂയ ഇത് ദരിദ്രന്മാർക്ക് നിനക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ നാം ഒരു കാര്യം ചിന്തിക്കണം ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ഈ സഹോദരി ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ആ വെങ്കൽ ഭരണി പാത്രം എടുത്തുകൊണ്ട് അവൾക്കും അറിയാം ഇത് വിലയേറിയതാണ്, ഇത് വിറ്റ് കഴിഞ്ഞാൽ ഹല്ലേലൂയ ദീർഘനാളുകൾക്ക് അവൾക്ക് ജോലിക്കൊന്നും പോകാതെ വണ്ണം ഹല്ലേലൂയ അവൾക്ക് അവളുടെ ജീവൻ കഴിക്കാനുള്ള ഒരു സമ്പാദ്യം, നല്ലൊരു സമ്പാദ്യം അവളുടെ കരങ്ങളിൽ ലഭിക്കും. ഹല്ലേലൂയ ഈ വളരെ നാളുകളുടെ ഹല്ലേലൂയ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇവൾ ഹല്ലേലൂയ ഇവൾ കരുതി കൂട്ടിയ ഈ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒറ്റ നിമിഷം കൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്ന് ഉടയ്ക്കുമെന്നൊക്കെ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അതിനകത്ത് നിന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മോട് സംസാരിക്കാറുള്ളത്. ഈ രാത്രിക്കാരൻ ദൈവജനമേ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഹല്ലേലൂയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലമാണ്. ഹല്ലേലൂയ അവൾ ഒളിക്കുമെന്നൊക്കെ ഇടയായിത്തീർന്ന് മറ്റു പലർക്കും തോന്നി ഹല്ലേലൂയ ഇവൾ കാണിക്കുന്ന വളരെ ബുദ്ധിമോശമാണെന്ന്. എന്നാൽ ഹല്ലേലൂയ ഇവളുടെ അകത്തൊരു വെളിപ്പാട് കത്തി. ഹല്ലേലൂയ ഇവൾ അവർ സഹോദരന്മാരോട് പറഞ്ഞു, ഹല്ലേലൂയ അല്ലയോ സഹോദരന്മാരെ, നാളുകളായി എന്റെ ജീവിതത്തിൽ ഞാൻ വിലയേറിയതെന്ന് കരുതരുത്. ഹല്ലേലൂയ ഈ സ്വച്ഛ ജഡം
വിലപ്പെട്ടത് എന്താണെന്നുള്ള ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി. എന്റെ കർത്താവാണ് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വിലയേറിയത്. എന്റെ കർത്താവാണ് എന്റെ ജീവിതത്തിൽ വിലപ്പെട്ടത്. ഹല്ലേലൂയ നാളിതുവരെയും ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചു വെച്ചത് ഹല്ലേലൂയ ഞാൻ കരുതിയിരുന്നത് ഹല്ലേലൂയ ഈ സ്വച്ഛജനവംശി തൈലമായിരുന്നു ഹല്ലേലൂയ വിലയേറിയത് ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്നാൽ അതിനേക്കാളും വിലയേറിയ ഒരുവൻ ഹല്ലേലൂയ അതിനേക്കാളും വിലപ്പെട്ട ഒന്നാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഹല്ലേലൂയ ഈ യേശു ഹല്ലേലൂയ. യേശുവിനേക്കാളും വിലയേറിയതായി യേശുവിനേക്കാളും വിലപ്പെട്ടതായി ഇനി എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിലപ്പെട്ടതെന്ന് ഞാൻ കരുതിയിരുന്നതിനെ ഞാൻ അവന്റെ മുമ്പിൽ ഞാൻ ഉழைക്കുവാൻ ഇടയായിത്തീരുന്നു ഹല്ലേലൂയ. ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവജനമേ ഫലം കായ്ക്കപ്പെടണമോ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് നാം എത്തപ്പെടണമോ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിലയേറിയതെന്നും വിലപ്പെട്ടതൊക്കെ നാം പിടിച്ചു വച്ചിരിക്കുന്നു ഹല്ലേലൂയ നാം ചിന്തിച്ചു വച്ചിരിക്കുന്നതുമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഹല്ലേലൂയ. അതിന്റെയൊക്കെ ഈ രാത്രികാലം നാം ഉടയ്ക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഹല്ലേലൂയ നമ്മൾ വെളിപ്പെടുന്നതൊക്കെ ഇടയായിത്തീരും ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം ഹല്ലേലൂയ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ നമ്മൾ ഇടയായിത്തീരും ഹല്ലേലൂയ. യേശുവിനേക്കാൾ വലിയതായി യേശുവിനേക്കാൾ വിലയേറിയതായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. യേശുവായിരിക്കണം ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വിലയേറിയത്. യേശുവായിരിക്കണം എന്റെ ജീവിതത്തിൽ വിലപ്പെട്ടത് ഹല്ലേലൂയ ഹല്ലേലൂയ. ബാക്കിയുള്ളതല്ല എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഹല്ലേലൂയ യേശുവാണ് എനിക്ക് വിലയേറിയത്. യേശുവാണ് എനിക്ക് വിലപ്പെട്ടത് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം ഹല്ലേലൂയ എന്നിൽ നിന്നും നിന്നിൽ നിന്നും അത് പുറപ്പെടുവിക്കാൻ ഇടയായിത്തീരും ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ നാം ആയിത്തീരാറുണ്ട് ദൈവമക്കളെ. ഈ രാത്രികാലം എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിൽ നാം ഉടയപ്പെടണോ ആ മേഖലയിലൊക്കെ ഹല്ലേലൂയ കർത്താവിനോട് പറഞ്ഞാണ് കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കർത്താവേ ഞാൻ അങ്ങയുടെ മറവിൽ വസിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ മറവിലാണ് ഞാൻ വസിക്കുന്നത് കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ ഒരു ഫലം എനിക്ക് പുറപ്പെടുവിക്കണം കർത്താവേ. അങ്ങ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആ ഫലങ്ങൾ എന്നിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവേ. അതിന് തടസ്സമായിട്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ കർത്താവേ ഈ രാത്രികാലം എന്നോട് ക്ഷമിക്കണമെന്ന് ഈ രാത്രികാലം എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതൊക്കെ വിടയത്തിൽ ദൈവങ്ങളെ ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പക്ഷപാതക്കാരനെ ഒരു രോഗി ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ഒരു ഭാഗമാണ് പ്രൈസ് ദി ലോർഡ് മക്കളെ ഹല്ലേലൂയ. ഇവന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ഇവന്റെ ജീവിതത്തിൽ ഇവൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായിട്ട് ഹല്ലേലൂയ ഇവൻ പക്ഷപാത രോഗിയായി മാറുന്നതൊക്കെ എഴുതിയിരുന്നു. ഇവൻ ജന്മനാ ഒരു പക്ഷപാത രോഗിയല്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ ഇവന്റെ പക്ഷപാത രോഗത്തിന് ഇവൻ അടിമയായി തീരുന്നതൊക്കെ ഇടയായിത്തീരുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കാരണം എന്താണ് ഹല്ലേലൂയ അവനിൽ വ്യാപരിച്ചു നിൽക്കുന്ന പാപം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ ഹല്ലേലൂയ ആ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ പാപത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല ഹല്ലേലൂയ. പാപത്തിന് ഹല്ലേലൂയ നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം എന്താണ് നീ അത്യുന്നതന്റെ മറവിലാണ് വസിക്കുന്നത് ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനെ പാപത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ലോകത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല ദൈവമക്കളെ ഹല്ലേലൂയ. ഈ പക്ഷപാതക്കാരുടെ കൃപ ഹല്ലേലൂയ ഇവനെ കൊണ്ടുവന്നപ്പോൾ യേശു അവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പാപം ചെയ്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഹല്ലേലൂയ ഇടങ്ങോന്നൊക്കെ എഴുതുന്നു ഹല്ലേലൂയ. ഇവനാണ് ഈ അധികാരം കൊടുത്തത് ഹല്ലേലൂയ. ഇവൻ എന്താണ് ഈ പറയുന്നത് ഹല്ലേലൂയ. അവർക്ക് വളരെ വിരോധാഭാസമായിട്ട് തോന്നി. എന്നാൽ ഹല്ലേലൂയ അതിന്റെ അർത്ഥം എന്താണ് ദൈവമക്കളെ ഹല്ലേലൂയ. അവരോട് പറഞ്ഞു ഈ പാപം ഹല്ലേലൂയ മേലാൽ നീ ചെയ്യേണ്ട പ്രശ്നം ഹല്ലേലൂയ. കാരണം എന്താണ് പാപം ചെയ്യുന്നവൻ ഹല്ലേലൂയ പാപം ചെയ്യുന്ന ദേഹി മരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹിക്ക് ഹല്ലേലൂയ പാപം ചെയ്യുന്ന ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശു പ്രകാരം പറഞ്ഞു ഹല്ലേലൂയ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ ഏതാവുന്ന എളുപ്പം ഹല്ലേലൂയ. കിടക്കെടുത്ത് കിടക്കുക എന്ന് പറയുന്നോ ഏതാകുന്നു എളുപ്പമെന്ന് യേശു അവരോട് ചോദിക്കുന്നുണ്ട് പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഇവന്റെ ഹല്ലേലൂയ യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് ഹല്ലേലൂയ ഇവന്റെ കാര്യത്തിൽ ഇടപെടണോ അതോ ഇവന്റെ കാരണത്തിൽ ഞാൻ ഇടപെടണോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ ഈ രാത്രികാലം നിന്റെ കാര്യത്തിൽ അല്ല ഇടപെടുന്നത് ഹല്ലേലൂയ. നിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ വിടുതൽ വെളിപ്പെടാനോ ഹല്ലേലൂയ അതിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ചില പൈശാചിക മേഖലകളുടെ പ്രശ്നം ആ കാരണത്തിനകത്താണ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രികാലം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നത് ഹല്ലേലൂയ. നിന്റെ കാര്യത്തിനകത്ത് ഇടപെടാൻ ദൈവത്തിന് താല്പര്യമില്ല ഹല്ലേലൂയ. മറിച്ച് നിന്റെ വിടുതൽ വെളിപ്പെടാതെ വണ്ണം ഹല്ലേലൂയ നിന്റെ വിടുതൽ ഹല്ലേലൂയ നിന്റെ കരങ്ങൾ ലഭിക്കാതെ വണ്ണം അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ചില കാരണങ്ങളുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.
യേശുവിനോട് പറഞ്ഞത് ഹല്ലേലൂയ ഹല്ലേലൂയ നീ പാപം ചെയ്യരുത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവന്റെ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഹല്ലേലൂയ അവൻ പക്ഷപാത രോഗത്തിന് അടിമയായി തീർന്നത് ഹല്ലേലൂയ പാപം ചെയ്യുന്നവൻ ഹല്ലേലൂയ ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല പാപം ചെയ്യുന്നവൻ ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ഹല്ലേലൂയ ഇവന്റെ പാപനിമിത്തമായിട്ട് ഹല്ലേലൂയ അവന് ദൈവത്തോട് കൂടെ വസിക്കുവാനോ ഹല്ലേലൂയ ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാനോ അവന് സാധിക്കത്തില്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പാപം ചെയ്യുന്നവൻ ഒരിക്കലും ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ കഴിയില്ല ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ രാത്രിക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ഒരു കാര്യം പറയട്ടെ ദൈവജനമേ ഹല്ലേലൂയ 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 ശത്രുവായ പിശാച് ഹല്ലേലൂയ എന്നെയും ഹല്ലേലൂയ നമ്മളെയൊക്കെ പലപ്പോഴും ഹല്ലേലൂയ പാപത്തിലേക്ക് വഴിതെറ്റിച്ചു പോകാൻ വേണ്ടി അവൻ പലവിധത്തിലുള്ള പദ്ധതികൾ അവൻ പലവിധത്തിലുള്ള ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്കെതിരെ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ദൈവത്തിനെ ഹല്ലേലൂയ ആത്മാവിൽ നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിയും ഹല്ലേലൂയ ഈ പിശാച് ഹല്ലേലൂയ എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി എന്റെ മേൽ കൊണ്ടുവരുന്നത് കാരണം എന്താണ് ഞാൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനാണ് ഹല്ലേലൂയ അവനറിയാം ഹല്ലേലൂയ എന്റെ മേൽ ഹല്ലേലൂയ ഒരു വിളിയുണ്ട് ഹല്ലേലൂയ എന്നെ തിരഞ്ഞെടുത്തതാണ് എന്താണ് എവിടുന്നാണ് എന്നെ തിരഞ്ഞെടുത്തത് വചനം പറയുന്നത് എന്താണ് നിങ്ങളോ അന്ധകാലത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്തം ജനമാണ് ഹല്ലേലൂയ അങ്ങനെയുള്ള നിന്നെ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ നിന്ന് ഹല്ലേലൂയ നിന്നെ നീക്കി കളയുവാൻ വേണ്ടി ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ ആ ഓട്ടത്തിൽ നിന്നെ വഴിതെറ്റിച്ച് കളയുവാൻ വേണ്ടി ഹല്ലേലൂയ പിശാച് പലർക്കുന്ന ഹല്ലേലൂയ പാപങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നിനക്കെതിരെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അതിനെതിരെ പോരാടി ജയിക്കാൻ നോക്കണം ഇടയാക്കിയിട്ടുള്ള മക്കളെ നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തിയാണോ ഹല്ലേലൂയ 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 സകല ഹല്ലേലൂയ പരീക്ഷകളിലും ഹല്ലേലൂയ സകല ദുഷ്ടന്റെ തീയമ്പുകളിലും നിന്നെ വിടുവിക്കാൻ ഹല്ലേലൂയ ദൈവശക്തനാണ് ദൈവമക്കളെ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ഈ നാളുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹല്ലേലൂയ നമ്മുടെ തലമുറകൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തിനകത്ത് മാറി ഹല്ലേലൂയ അവർ പാപത്തിലേക്ക് ഹല്ലേലൂയ പിശാച് അവരെ ഹല്ലേലൂയ വഴിതെറ്റിച്ച് കൊണ്ടിരിക്കാൻ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഒരു തലമുറ ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ എത്ര പേർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേ എന്റെ തലമുറ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അവർ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവരായി തീരണം ഹല്ലേലൂയ അവർ ദൈവം വഴി വിട്ട് ഹല്ലേലൂയ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്മാറി പോകാതെ വണ്ണം ഹല്ലേലൂയ അവർ കൃപയിൽ തന്നെ നിലനിൽക്കണം ഈ രാത്രികാലം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഹല്ലേലൂയ 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 ശത്രുവായ പിശാച് ഹല്ലേലൂയ പാപത്തിലേക്ക് ഹല്ലേലൂയ വഴിതെറ്റിച്ച് വിടുവാൻ വേണ്ടി ഹല്ലേലൂയ അവൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഹല്ലേലൂയ ഈ രാത്രികാലം ഒരു നിമിഷം ഹല്ലേലൂയ എല്ലാ ദൈവത്തിന്റെ തലമുറകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ എല്ലാ തലമുറകളെയും മുദ്രയിട്ട് പ്രാർത്ഥിച്ചാൽ ഇവിടെയുള്ള തലമുറകളെ നമ്മുടെ നാട്ടിലേക്ക് തലമുറകളെ ഒക്കെ ഹല്ലേലൂയ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു നിമിഷം ദൈവം അങ്ങനെ ഒരു നിയോഗം ഹല്ലേലൂയ ഈ രാത്രികാലം ആലയത്തിനകത്തേക്ക് ഹല്ലേലൂയ ഇടിയാണ് പ്രശ്നം ഹല്ലേലൂയ ഒരു നിമിഷം ഹല്ലേലൂയ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ മാതാപിതാക്കൾ ഹല്ലേലൂയ പ്ലീസ് ഹല്ലേലൂയ ഹല്ലേലൂയ റിബന ജഗനഗനഗസ്യാർഗ അത്യുന്നതന്റെ മറവിൽ നിന്ന് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അവരെ തിരിച്ച് കളയുന്ന ഹല്ലേലൂയ അവരെ പാപത്തിലേക്ക് ഹല്ലേലൂയ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന പൈശാചികന്റെ ശക്തികൾ ആ പൈശാചിക പോരുകൾ ഈ രാത്രികാലം തകരപ്പെടണം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ തലമുറകൾ പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഈ രാത്രികാലം ആലയത്തിലേക്ക് വ്യാപരിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അല്പസമയം അതിനെ തുറന്ന് ഹല്ലേലൂയ അല്പം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ ഓ തമനഗനഗസ്യാർഗ പ്രഭാതഗനഗനാദശസി അത്തന പ്രഭാതഗനഗസ്യാർഗ ഉദര പ്രഭാതഗനഗസ്യാർഗ ജീവനഗനഗസ്യാർഗ അത്തനഗനഗനാദശസ്യാർഗ ഉദര പ്രഭാതഗനഗസ്യാർഗ ഓ സമാനഗൗരവഗനഗ ഉദര പ്രഭാതഗനഗനാദശസ്യാർഗ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ തലമുറകളെ ഹല്ലേലൂയ വഴിതെറ്റിച്ചറിഞ്ഞ പൈശാചികരുടെ ഹല്ലേലൂയ ആധിപത്യങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രികാലം തകരട്ടെ ഹല്ലേലൂയ കർത്താവേ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ കാലുകളിലെത്തട്ടെ മുദ്രയിലിരുന്നാവേ ഒരു തലമുറ പോലും നശിച്ചു പോകുവാൻ സ്വർഗ്ഗമുന്നിലേക്ക് പ്രാർത്ഥിക്കണം ഓ തലമുറ നീ പൊക്കോ ഹല്ലേലൂയ നിന്റെ കിടക്കയെടുത്ത് നടന്നോ ഇനി മേലാൽ നീ പാപം ചെയ്യരുത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ദൈവജനേ ഹല്ലേലൂയ ഹല്ലേലൂയ നീ അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ മതി ഒരു പാപത്തിനോ ഹല്ലേലൂയ ഒരു ശാപത്തിനോ നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല കാരണം എന്താണ് നീ അത്യുന്നതന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ആ നിഴലിൽ ഹല്ലേലൂയ നീ പാർക്കുന്നവൻ ഹല്ലേലൂയ നീ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ നീ സംരക്ഷണ വലയത്തിനാണ് അത്യുന്നതന്റെ സംരക്ഷണ വലയത്തിനകത്താണ് ദൈവമേ നീ അത്യുന്നതന്റെ ഹല്ലേലൂയ അങ്ങനെ നീ മാറിപ്പോയാൽ ഹല്ലേലൂയ ആ മാറിപ്പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു പക്ഷേ
ഹല്ലേലൂയ, നീ പാപത്തിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഓ നീ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വചനം പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ വഴിയിൽ ഹല്ലേലൂയ നിന്നെ കാക്കേണ്ടതിന് വേണ്ടി തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ദൈവവചനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ വഴികളിൽ ഹല്ലേലൂയ നീ പോകുന്നിടങ്ങളിൽ ഹല്ലേലൂയ ഒരർത്ഥവും വരാതെ വണ്ണം നിന്നെ കാക്കുവാൻ വേണ്ടി തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് ദൈവമക്കളെ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഹല്ലേലൂയ, അത്യുന്നതന്റെ പരലോകത്തിലെ ദൈവമേ. ഹല്ലേലൂയ, 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 നിനക്ക് വേണ്ടി ഹല്ലേലൂയ സ്വർഗീയ ദൂതഗണങ്ങൾ ഹല്ലേലൂയ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ഹല്ലേലൂയ ആ അത്യുന്നതന്റെ നിലയിൽ നിന്ന് ഹല്ലേലൂയ ആ മറവിൽ നിന്ന് ഹല്ലേലൂയ നീ ഒരിക്കലും പിന്മാറി പോകരുത്. കർത്താവാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഈ അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ ഹല്ലേലൂയ ആ അത്യുന്നതൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പന എന്താണ്? തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കാം, തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 തമ്മിൽ തമ്മിൽ ഹല്ലേലൂയ പരസ്പരം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനും ആ ഒരു നിലവാരത്തിലേക്ക് ഹല്ലേലൂയ നമ്മളായിത്തീരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഹല്ലേലൂയ അത്യുന്നതന്റെ വരവിൽ വസിക്കുകയും നിഴലിൽ പാർക്കുകയും ചെയ്യുവതിനെ ഹല്ലേലൂയ നമുക്ക് പറയുവാൻ കഴിയും. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണെന്ന് പറയാൻ കഴിയും. ഹല്ലേലൂയ, അത്യുന്നതന്റെ വരവിൽ വസിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ അവൻ എന്റെ ദൈവമാണ്. ഹല്ലേലൂയ, അവൻ എന്റെ കോട്ടയാണ്, അവൻ എന്റെ സങ്കേതമാണ്. ഈ അത്യുന്നതന്റെ വരവിൽ വസിക്കുന്ന ഒരുവന് മാത്രമേ ധൈര്യത്തോടുകൂടി ഹല്ലേലൂയ പറയുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, എന്താണ്? അവൻ എന്റെ ദൈവമാണ്, അവൻ എന്റെ ദൈവമാണ്, അവൻ എന്നെ വിളിച്ച ദൈവമാണ്, എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, സകല പ്രതിസന്ധികളിൽ നിന്നും സകല ദുഷ്ടന്റെ തീയമ്പുകളിൽ നിന്നും സകല പോരുകളിൽ നിന്നും ഹല്ലേലൂയ സകല ഹല്ലേലൂയ ശത്രു ഭയത്തിൽ നിന്നും ഹല്ലേലൂയ എന്നെ വിടുവിക്കുവാൻ കഴിവുള്ള എന്റെ ദൈവം. ഹല്ലേലൂയ, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൈവവേദന ധൈര്യത്തോടെ പറയാൻ കഴിയും. ഹല്ലേലൂയ, അതുകൊണ്ട് ഹല്ലേലൂയ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നീ അത്യുന്നതന്റെ മറവിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ, ഓ നീ ചുരുങ്ങി നോക്കിയാൽ ഹല്ലേലൂയ പലരും നിന്നെ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ ഇല്ലാതാക്കി കളയുവാൻ വേണ്ടി ശത്രുവായി പിടിച്ചാൽ നിനക്കെതിരെ എത്രയോ പദ്ധതികൾ ഹല്ലേലൂയ എത്രയോ തന്ത്രങ്ങൾ എത്രയോ ഗൂഢാലോചനകൾ നിനക്കെതിരെ അവൻ മെനഞ്ഞു. ഹല്ലേലൂയ, എന്നാലും ഹല്ലേലൂയ അതിനകത്തൊന്നും വീണു പോകാതെ വണ്ണം അതിനകത്തൊന്നും തകർന്നു പോകാതെ വണ്ണം ഹല്ലേലൂയ എന്താണെന്ന് അറിയാമോ? അത്യുന്നതന്റെ മറവിൽ ഹല്ലേലൂയ നീ വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ ആ കർത്താവ് ഹല്ലേലൂയ തന്റെ ദൂതന്മാരെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ, അതിലൊന്നും വീണു പോകാതെ വണ്ണം അതിലകപ്പെടാതെ വണ്ണം ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ, അതുകൊണ്ട് ധൈര്യത്തോടെ പറയാൻ കഴിയും. ഹല്ലേലൂയ, ഈ ദൈവം ഹല്ലേലൂയ എന്റെ ദൈവമാണ്. അതുകൊണ്ട് എന്റെ ദൈവം ഹല്ലേലൂയ എന്നെ ജീവപര്യന്തം എന്നെ നടത്തുവാൻ എന്നെ വഴി നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ നിത്യത വരെയും ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതല് ധൈര്യത്തോടുകൂടി പ്രത്യാശയോടുകൂടി പറയുവാൻ കഴിയും. ഈ ദൈവം എന്റെ ദൈവമാണ്. ഈ ദൈവം ഹല്ലേലൂയ ഇന്ന് മുന്നേക്കും ഹല്ലേലൂയ എന്റെ ദൈവമാണ്. എന്നെ ജീവപര്യന്തം